ഒരു നൈസ് ഡാൻസ് ബേസ്ഡ് മൂവി ആയിട്ടാണ് മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1992 കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവർ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു ബ്രേക്ക് ഡാൻസ് ടീം വന്ന് ഡാൻസ് കളിക്കുന്നു. സോ അതിൽ നിന്ന് ഇൻസ്പയർ ആയി, അതിൽ നിന്ന് അട്രാക്റ്റഡ് ആയി അതുപോലെ ഒരു ഡാൻസ് ടീം ഞങ്ങൾക്ക് ഫോം ചെയ്യണം, അതുപോലെ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ടീമിനെ ഫോം അപ്പ് ചെയ്യുന്നതും തുടർന്ന് ആ ഒരു ജേണിയാണ് ഇതിലൂടെ കാണിക്കുന്നത്. സോ ആ ഒരു 6 സുഹൃത്തുക്കളുടെ ലൈഫ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടും എത്രത്തോളം ഒക്കെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഡാൻസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആർട്ടിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു പോകുന്നത്. സോ അതിൽ അവരുടെ ഇമോഷൻസ് ഉണ്ട്, അവരുടെ പ്രണയമുണ്ട്, അവരുടെ ഒരുപാട് വേദനകളും സന്തോഷവും ഫൺ എലമെന്റ്സ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഇമോഷൻസിന്റെ ഒരു കൾമിനേഷനാണ് ഈ ഒരു മൂവി. സോ അതിൽ വരുന്ന 6 പിള്ളേരും സൂപ്പർവായിട്ടാണ് അവരുടെ വേഷം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ വളരെ ലോ ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നതെങ്കിലും സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ടോട്ടലി മാറി ഭയങ്കര ഒരു ഇമോഷനാണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരിക്കുക. സോ ഇംഗ്ലീഷ് ഫിലിംസിൽ സ്റ്റെപ്പ് അപ്പ് പോലെ അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദി ഫിലിമിൽ ABCD പോലെ ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് മലയാളത്തിൽ അധികം നമ്മൾ കണ്ടിട്ടില്ല. സോ മലയാളത്തിൽ അതുപോലെ ഒരു ഡാൻസ് ബേസ്ഡ് ആയിട്ട് ഉള്ളൊരു മൂവിയാണത്. നിങ്ങളൊരു ബ്രേക്ക് ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡാൻസ് ബേസ്ഡ് മൂവി ആയിട്ടാണ് മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.